സന്തോഷം ചിരിച്ചിട്ടും സങ്കടം കരഞ്ഞിട്ടും രേഖപ്പെടുത്തുക. ഈ കരയാനും ചിരിക്കാനും മടിച്ച് മസിൽ പിടിക്കുന്നവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോകുന്നു കേട്ടാ. നിങ്ങൾ നോക്കിയാട്ടെ, പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ? ആണുങ്ങൾക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക്? എന്താ പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ലേ? അവർ കരയാനുള്ള ഒരു ചാൻസ് കളയൂല. അതുകൊണ്ടാ നമ്മളെ നാട്ടിലല്ല ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും പെണ്ണുങ്ങൾ. മരിച്ചപാടൊന്ന് കരഞ്ഞ് കുറേ കരഞ്ഞ് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ അനിയത്തി വന്ന് ഓള് കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളെ വന്ന് ഓനെ കാണുമ്പോൾ ഒന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ, കൊയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ, 5 ട്രിപ്പായി. ആണുങ്ങൾക്ക് എന്താ സങ്കടമില്ലേ? സങ്കടത്തിലാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. സങ്കടം എല്ലാവർക്കും ഒരുപോലെ വരും. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ എന്താ മാർഗം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒലിപ്പിക്കുക. പക്ഷെ സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ? കണ്ണിന് മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂക്കിലിട്ട വെള്ളം വരും. അന്നേരം മൂക്കിലെ വെള്ളം വലിച്ചു കയറ്റുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആൾ ശ്രദ്ധിക്കടാ, ഇയാളെന്തിനാ കരയുന്നെന്ന്. അതുകൊണ്ട് ഡീസന്റ് പോയി പോകുന്ന പേടിച്ചിട്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ കരയാതെ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തു. ചിരിക്കാൻ മുട്ടിയ ചിരിക്ക്, കരയാൻ മുട്ടിയ കരയും. എന്തിനു മടിക്കുന്നു? നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ? ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം മക്കളോട് എങ്ങനെയാ സോഫ്റ്റനാക്കി? SOFTEN, അതിന്റെ ഫുൾ ഫോം എന്താ? എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോ അച്ഛാ ചായ എന്ന് പറഞ്ഞിട്ട് കുട്ടി കൊണ്ടുത്തരുമ്പം മുഖം കറുപ്പിച്ചിട്ടല്ല, ഒന്ന് പുഞ്ചിരിച്ചൂടെ? മക്കളെ വിളിക്കുമ്പോ മക്കളെ വിളിക്കുമ്പോ രാവിലെ തന്നെ അട്ടഹാസ കേൾക്കുന്ന രാവിലെ. കാരണം സ്കൂൾ ബസ് വരേണ്ട സമയമായി, കുട്ടികൾ ഓർക്കേഴിച്ചിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ അട്ടഹാസം കേട്ടിട്ട് രാക്ഷസനിയാ ഉണർത്തുന്നത്. പക്ഷെ പണ്ടല്ല, നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം വന്നിട്ട് മോനെ ഒരു ലയവില്ലേ, മോളെ ഒരു ലയവില്ലേ, ആ ലയത്തിൽ വിളിക്കും. ഉറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കവിളത്തൊരു മുത്തം കൊടുത്ത് പറ്റുമെങ്കിൽ കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്ക്. പിള്ളറെ കൈമലാക്കാൻ ഏറ്റവും നല്ല സൂത്രം ഞാൻ പറഞ്ഞുതരാ, പുറത്ത് മാന്തി കൊടുത്താൽ മതി. കൈകൊണ്ട് കാലുകൊണ്ട് തലയോണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഈ വെറുതെ ഒരുപാട് സ്പേസ് കളയുന്ന പുറം. അത് മാന്താൻ മാത്രം ഉള്ളതാന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. പുറം ചൊറിയാനുള്ളതാ. അവിടെ ഒന്ന് മാന്തി കൊടുക്കുക, എന്നിട്ട് അവരോട് മെല്ലെ പറയുക, അവരോട് പുഞ്ചിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ മാഷ് ഒക്ടോബർ 1 വയോജന ദിനത്തിൽ വയോജനങ്ങളെ സ്നേഹിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളെല്ലാം സ്ഥിരം പറയുന്ന ഒരു ക്ലീഷേ ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് പറഞ്ഞു. എന്താ ചൊല്ല്? പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും, പക്ഷെ പച്ചപ്ലാവിലെ അറിയണം നീ ഒരു കാലം പഴുത്തു വീഴുമെന്ന്. അപ്പോൾ ഒരു ചെക്കനൊരു സംശയം, അല്ല മാഷെ ഒരു സംശയം. എന്താ? ഈ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കനാണ്. ഈ ചെക്കനാണ് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും കൈമെന്നും ക്ഷത്രിയനും തൊടയമെന്ന് വൈശ്യനെയും കാലിൻ്റെ അടിയിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് മാഷ് ക്ലാസ് പറഞ്ഞപ്പോൾ ഈ ചെക്കൻ ചോദിച്ച സംശയമുണ്ട്, മാഷെ ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ, പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ചോദിച്ചേ. ഇയാൾ കൈമെന്നും കാൽമെന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ. അതുപോലെ ഈ ചെക്കൻ ചോദിച്ച സംശയം എന്താണെന്നറിയോ? മാഷെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടിരുന്നാൽ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ. മനസ്സിലായോ? ഒന്ന് പുഞ്ചിരിക്കുക. GST അടക്കണ്ടല്ലോ പുഞ്ചിരിക്കാൻ. കുടുംബത്തോട് നോക്കി പുഞ്ചിരിക്കുന്ന മുഖം. ആ പുഞ്ചിരി കാണുന്നവർക്കല്ല, പുഞ്ചിരിക്കുന്നവർക്കാണ് നേട്ടമുണ്ടാകുക, എനർജി ഉണ്ടാകുക. അറിയോ നിങ്ങൾക്ക്? ചിരിക്കുമ്പോൾ ചിരി കാണുന്നവർക്കല്ല, ചിരിക്കുന്നവർക്കാണ് അതിന്റെ നേട്ടമുണ്ടാവുക. അതുകൊണ്ട് സ്മൈൽ. ഇനിയുള്ള ജീവിതം എല്ലാ ദിവസവും പരമാവധി സ്മൈൽ. അതാണ് 2 SOFTEN. ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്താനം പറ. ഹൃദയം തുറക്ക്. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാ മിണ്ടാണ്ടിരിക്കുക. മിണ്ടാണ്ടിരുന്നാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. മിണ്ടാണ്ടിരിക്കൽ ഒരു സമരത്തിന്റെ മാർഗമാണല്ലേ. 1980കളിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഭർത്താവിനോട് സമരം ചെയ്തത് മിണ്ടാണ്ടിരുന്നില്ല. മിണ്ടൂല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സമാധാനമായി. ഇതിപ്പോൾ ഓള് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് വേഗാത്ത ചേനക്കഷ്ണം പോലെ ഇടുന്നോ ചൊറിയും, മാന്താനാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മിണ്ടുക, ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. ഹൃദയം തുറന്നിട്ട് തുറക്കുക. അതാണ് ഓപ്പൺ ഹേർട്ട്. F ഫോർവേഡ് ലീൻ. മുന്നോട്ട് കുനിയുക, മക്കളുടെ അടുത്തേക്ക് കുനിയുക. മക്കളുടെ മുന്നിൽ നമ്മൾ താഴാൽ മക്കൾ ഉയരുക. നമ്മുടെ ദൗത്യം മക്കളെ ഉയർത്തലല്ലേ. ഒരു കുട്ടി നിലത്ത് നിൽക്കുന്നു, നമ്മൾ കുട്ടീനെ എടുക്കണം. വാ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നാ കുട്ടീനെ എടുക്കാനാവോ? നമ്മൾ കുട്ടിയോളം താണാലേ
കുട്ടി നമ്മളോളം ഉയരൂ. നമ്മുടെ മക്കള് തോന്നിയാസികളായിട്ടുണ്ട്, അതിന്റെ ഉത്തരവാദി ആരാ? നമ്മളല്ലേ. ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചെന്ന് ചേരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, ആ മഴത്തുള്ളി വീണ കുന്നിന്റെ ചെരിവാ. വയനാട്ടിലേക്ക് പേരിയച്ചോരം വഴി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ പോന്ന വഴിക്കെല്ലാം മയിലിനെ കാണാം. 28-ാം മൈല്, 29-ാം മൈല്, 32-ാം മൈല്. ആ 32-ാം മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി, പിന്നെ അങ്ങോട്ടുള്ള ചെരിവാ. ഈ മോന്തായത്തിൽ ഒരു മഴത്തുള്ളി വന്നാൽ ആ മഴത്തുള്ളി വീഴുമ്പോ ഒരിളം കാറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് 28-ാം മൈല് സെമിനാരി വില്ല വന്ന് വെള്ളറ കോളനി വഴി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൂട്ട് നെടുമ്പുറഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ, പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളം പുഴയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെയും എടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂർ മാമാനത്ത് അമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴയായി ചേർന്നിട്ട് നണിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽ ഫെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി. എന്നാൽ ഈ കാറ്റ് ഈ തുള്ളി വീഴുമ്പോ ഒരു ഇളം തെന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളം ഒഴുകി ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലാവും, പിന്നെ മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ, മാനന്തവാടിപ്പുഴയിലൂടെ, വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ, അത് കുറുവാദ്വീപിൽ വെച്ച് പനമരം പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും. കബനി നദി മാവിലാന്തോട്, പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടുമായി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും. മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളിയല്ല തീരുമാനിച്ചത്, ആ കുന്നിന്റെ ചെരിവാൻ. നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായത്. ഞാനൊരു കവിത വായിക്കാതെ കിടന്നുറങ്ങാറില്ല. എല്ലാ ദിവസവും ഒരു കവിത വായിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയാണ്. ആ ചിട്ടയ്ക്ക് കാരണക്കാരിയായത് സ്കൂൾ LP സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കവിത ചൊല്ലിത്തരുന്നത് കേട്ടാസ്വദിച്ച് പഠിക്കാറുള്ളത് കൊണ്ടാണ്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ചരമ പേജിൽ മരിച്ചുപോയ ഒരു കുട്ടീന്റെ ഫോട്ടോ, 16-ാം ചരമദിനത്തിൽ ഒരു സുന്ദരനായൊരു കുട്ടി. ആ കുട്ടീന്റെ ഫോട്ടോന്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് വായിച്ചിട്ട് ഞാൻ അല്ലാതെ വികാരം കൊണ്ടു. ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: ഹൂ പ്ലക്ഡ് ദി ഫ്ലവർ? I said the master. Then the gardener kept silent. മലയാളം പറയാം. Who plucked the flower? ആരടാ പൂ പറിച്ചത്? I said the master. തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാനാ പറിച്ചത്. Then the gardener kept silent. പിന്നെ ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഉദ്യാനം നട്ട് നനച്ചു പോറ്റുന്ന വളർത്തുന്ന ഒരുത്തൻ നോക്കുമ്പോ, പണിക്കാരൻ നോക്കുമ്പോ ഒരു പൂവ് കാണുന്നില്ല. ആരാ പൂ പറിച്ചത്? അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാൻ പറിച്ച. അയക്ക് പറിക്കാലോ. പിന്നീട് ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ പറ്റിയിട്ട് അച്ഛനും അമ്മയും പറയും, ആരാ എൻ്റെ മോനെ എടുത്തേ? മോനെ തന്ന ആള് പറയാ, ഞാനിങ്ങോട്ട് എടുത്തതാ, എൻ്റെ തോട്ടത്തിലെ പൂവല്ലേ. പിന്നീട് അച്ഛനും അമ്മക്ക് ചോദിക്കാൻ അധികാരമില്ല എന്ന് ആശ്വസിക്കുന്ന അച്ഛനും അമ്മയും. നമ്മുടെ കുട്ടികളെല്ലാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആ കുട്ടികൾ പിന്നീട് പുഴുക്കുത്താർന്നിട്ട് ഇബിലീസും കലിയും ചെകുത്താനുമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ കൂടിയാ. അതുകൊണ്ട് മക്കളെ ശപിക്കരുത്, മക്കളെ ആക്ഷേപിക്കരുത്. ചില കുട്ടികളെല്ലാം അച്ഛനും അമ്മയും ചീത്ത പറയുന്ന കേട്ടാൽ ആ കുട്ടികളെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കുക. ഇവനെല്ലാം ബേഡിങ് പോയിട്ട് തിരിച്ചു വരുന്നത് എന്താ കൊണ്ടെന്നാ, ഇവന് കിടക്കാൻ വേറെ സ്ഥലമില്ലായിട്ടും തിന്നാൻ വേറെ സ്ഥലം, ഭക്ഷണം കിട്ടായിട്ട്, അല്ലെങ്കിലൊന്നും ആ വീട്ടിൽ തിരിച്ചു വരൂല. അങ്ങനെ മക്കളെ ചീത്ത പറയുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലേ, ഈറ്റിങ്ങളെയും കൊണ്ട് സ്കൂൾ കുട്ടിയാലും ഒരു പെണ്ണുങ്ങൾ പറയും, ഈറ്റിങ്ങളെയും കൊണ്ട് എന്താ ഈറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കില്ലേ? എന്താ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലല്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലില്ലേ? ഭാര്യ പ്രസവിച്ചാൽ ഭാര്യക്കും ഭാര്യൻ്റെ അമ്മക്കും തിന്നേണ്ട പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ?
ഈറ്റിന്റെ പൈസ. ഭാര്യക്കും ഭാര്യന്റെ അമ്മക്ക് ഈറ്റിന്റെ പൈസ പിടിയിട്ടേ. ഈറ്റിന്റെ പൈസ എന്താന്ന്? അപ്പോ തിന്നു കൂട്ടുന്ന വർഗമെന്ന് ശപിക്കരുത്. ആ ഒരു കുഞ്ഞിക്കാല് കാണാതെ എത്രയെത്ര അമ്മമാർ കരയുന്നുണ്ടെന്നറിയുമോ? അമ്മയാവാൻ പറ്റാഞ്ഞിട്ട്. നമുക്ക് മക്കളെ കിട്ടിയില്ലേ? ആ മക്കൾ ദൈവത്തിന്റെ മക്കളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. എല്ലാ കുട്ടികളും ഉണ്ണിക്കണ്ണനോ ഉണ്ണി യേശുവോ മുത്തുനബിയോ ആണ്. അത് കാടാച്ചിറക്കാരൻ തടിയന്റെ അവിടെ നസീറായാലും, ജയിലിൽ കിടക്കുന്ന മെലിഞ്ഞോന്റെ അടുത്ത മജീദായാലും, ഗോവിന്ദച്ചാമിയായാലും എല്ലാവരും ജനിക്കുമ്പോൾ നല്ല കുഞ്ഞുമക്കളായിരുന്നു അല്ലേ? അവൻ ഭീകരവാദിയായതിന് ഉത്തരവാദി അവനല്ല, നമ്മുടെ മക്കളാണ്. അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാവുക. സ്നേഹം കിട്ടുമ്പോഴല്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മക്കളെ അടിമകളായി കാണരുത്. അവരെ വ്യക്തിയായിട്ട് ബഹുമാനത്തോടെ കാണുക. അവർ നിങ്ങളെയും ബഹുമാനിക്കും. അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, ഫോർവേഡ് ലീൻ. കുട്ടികളുടെ അടുത്തേക്കും കുനിയുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ താഴുക. അപ്പോൾ കുട്ടികൾ നമ്മളെ ഉയർത്തിക്കോളും. നമ്മളല്ലാതെ ഞാൻ അച്ഛനാ ഞാൻ അമ്മയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചാൽ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ മൈൻഡിയില്ല. അവരോടടുത്താലേ അവരടുക്കൂ കേട്ടോ. അല്ലാതെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആവരുത് നിങ്ങൾ. ഫോർവേഡ് ലീൻ. ടച്ച്. തൊടണം. ആരെ തൊടണം? മക്കളെ തൊടണം. ഭാര്യയും ഭർത്താവും. ഇനി പ്രേമിച്ചൂടെ നമുക്ക്? പ്രേമത്തിന്റെ അർത്ഥം പുതിയ തലമുറ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? നമ്മളെ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന് പുറത്തുള്ള സൗന്ദര്യത്തെ നോക്കിയിട്ടല്ല, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു. അവളുടെ ശരീരത്തെ തൊടാറില്ല. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ. അങ്ങനെ ആത്മാവിനെ പ്രേമിച്ചു. അവൾ പ്രേമിച്ചിട്ട് അവസാനം വേറെ കല്യാണം കഴിച്ചു പോയാലും നമ്മൾ അവളെ ശപിക്കാറില്ല. ഉണ്ടോ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. മംഗളം നേരെ അറിയുള്ളൂ നമ്മള്. അവളുടെ വേറെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ലാണ്ടായി പോകത്തെന്ന് ശപിക്കലുണ്ടോ നമ്മള്? ഇല്ല. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ എന്ന് പാടിയവരാ നമ്മൾ. എന്നാ ഇന്ന് കാമുകനും കാമുകിയും തമ്മിൽ ആത്മാവ് വേണ്ട, ശരീരം മതി. അർദ്ധരാത്രിക്ക് വേണ്ടിയാ കല്യാണം കഴിച്ച്, ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ പോടുന്ന് പറയും. അർദ്ധരാത്രിക്ക് ശരീരം മതി. അതുകൊണ്ടാണ് ആ ശരീരം വിട്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാമുകി കഷായ കുപ്പിയും കൊണ്ട് കാത്തു നിൽക്കുന്നു കാമുകനെ. കാമുകൻ കത്തിയും എടുത്തിട്ട് പോകുന്നു അല്ലേ? കത്തിയും എടുത്തിട്ട്. എൻ്റെ നാട്ടുകാരൻ ചെക്കനാ വള്ളിയായി പോയിട്ട് കത്തിയും എടുത്തിട്ട് കാമുകിയെ കൊന്നത്. എന്തുകൊണ്ടാ? ശരീരവും തമ്മിലുള്ള ചേർച്ച ആത്മാക്കൾ ചേരുന്നതാണ്. വിവാഹത്തിന് താലി കെട്ടുന്നത് എന്തിനാ? താലി ഒരു പ്രതീകമാ. താലി ആലിലെ താലിയല്ല, ഹൃദയത്താലിയാണ്. ഹൃദയത്തിന്റെ ഷേപ്പിലാണ് താലി. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഹൃദയം പറിച്ച് ചേർത്ത് വെക്കാൻ പറ്റാത്ത കൊണ്ട് അത് പ്രതീകമാക്കിയിട്ട് ഒരു സ്വർണത്തിന്റെ താലിയാക്കിയിട്ട് ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്ത കൊണ്ടാണ് നൂലുമ കെട്ടിക്കകത്ത് കെട്ടുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത പൊട്ടന്മാര് ഇല്ലാത്ത ലോണും കടവും വാങ്ങിയിട്ട് വലിയ പൈസേന്റെ മാല വാങ്ങിയിട്ട് താലി കെട്ടു. ഭൂരിപക്ഷം മലയാളികളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യന്റെ ഹൃദയത്തിന്റെ നേരെയല്ല കൊടൽമല ഉള്ളത്. മനസ്സിലായോ? താലി എവിടെയാ നിൽക്കണ്ടേ? ഇവിടെ ഹൃദയത്തിന്റെ നേരെ നിൽക്കണം. ഹൃദയത്തോട് ചേർത്ത് വെക്കല. അതിന്റെ അർത്ഥം അറിയാത്ത കൊണ്ടാ കൊടൽമേൽ നിൽക്കുന്നത് താലി. മനസ്സിലായോ? ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ. മനസ്സിലായില്ലേ? ഹൃദയവും ചേരണം. ടച്ച്, ചേർന്ന് പിടിക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് അടുത്തിരുന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ചാലെന്താ? ഒന്ന് ചുമല് കൈവച്ചാലെന്താ? ഐ ലവ് യു പറഞ്ഞാലെന്താ? ഭാര്യയും ഭർത്താവും ഐ ലവ് യു പറയാത്ത ഒരു ജനതയാ മലയാളികൾ.
കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ ഐ ലവ് യു പറഞ്ഞു നിങ്ങൾ പറഞ്ഞനാ പോരാ. പറഞ്ഞാലെന്താ, മക്കൾ കേട്ടാൽ അവർക്ക് സന്തോഷാ. അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും ഐ ലവ് യു പറയുന്ന കണ്ട മക്കൾക്ക് നല്ല സ്വഭാവമായിരിക്കും. അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ട മക്കളുടെ സ്വഭാവം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അച്ഛനും അമ്മയും കലഹം ചെയ്യുന്ന, എപ്പോഴും കീരിമൂർഖന് ആയിട്ടുള്ള ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് സ്വഭാവ വൈകൃതം കാണിക്കുന്നത്. അതുകൊണ്ട് പ്രേമിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ക്ലാസ്സിലെടുത്തപ്പോൾ ഒരാൾ പറയാ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഐ ലവ് യു പറയാത്ത എന്താണെന്ന് അറിയോ സാറേ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാപ്പാ പ്രചരണം? അതുകൊണ്ടാന്ന്. ഇലക്ഷൻ കഴിയുന്നവരല്ലേ പ്രചരണം കൊണ്ടു എന്നാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ട്, സെലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി നിങ്ങളുടെ മരണം വരെ ഇലക്ഷൻ തന്നെയാ. ഇനി വേറെ സെലക്ട് ചെയ്യാനില്ലല്ലോ, മരണം വരെ ഇലക്ഷനാണ്. അതുകൊണ്ട് ടച്ച്, SOFT, ടച്ച്, തൊടുക, ഹൃദയത്തിൽ തൊടുക, ചുമലൊന്ന് കൈവെക്കുക, ശരീരത്തിൽ തൊടുക, മനസ്സിലായോ? ടച്ച്. ഇരുട്ടത്ത് മാത്രമേ ടച്ച് ചെയ്യൂ എന്നുള്ള വാശി പിടിക്കുന്ന ദമ്പതിമാരാണ് മലയാളികൾ. എന്ത് പൊട്ടന്മാരാ! വാതിലടച്ച് ഇരുട്ടത്ത് മാത്രമേ തൊടൂ, പകൽ വെളിച്ചത്ത് തൊടാൻ പാടില്ല എന്ന് ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചിനാ? അതിനെന്തിനാ നാണിക്കുന്നത്? നിങ്ങൾ ആരാന്റെ ഭാര്യനെ ഒന്നും അല്ലല്ലോ തൊടുന്നേ. അവനവന്റെ ഭാര്യനെ തൊട്ടാൽണ്ടാ, അതിൽ ഒരു നാണവും വേണ്ട. അത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും, ഉറപ്പായിട്ട് പറയാം. ഇനി SOFT, ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറയാം. കണ്ണിൽ നോക്കി വർത്താനം പറയാം, ആരോടെങ്കിലും നോക്കിയിട്ട് വർത്താനം പറയല്ല. അതിനാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വട്ടത്തിലിരിക്കുക, എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നേരം അപ്പുറത്തിൽ വറവ് ഇങ്ങന്ന് വാരുവോ അങ്ങനെല്ലാക്കുന്ന ഒരു വീടില്ലേ, നല്ല വീടാ, അത് നല്ല വീടാ. കണ്ണിൽ നോക്കി വർത്താനം. ഇപ്പൊ എന്താ, ഒരു കൈമേൽ മൊബൈലും വെച്ചിട്ടാ തിന്നുക, അല്ലെങ്കിൽ TV തുറന്നിട്ടാ തിന്നുക. TV കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ. എന്താ അത്? ഭക്ഷണം കഴിക്കൽ മാത്രം, വേറെ ഒരു പണിയും നടക്കൂല. TV റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയും നടക്കും. നിങ്ങളെല്ലാവരും ഒരു റേഡിയോ വാങ്ങും. ആ റേഡിയോ വാങ്ങിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം TV തരൂല കേട്ടോ. സംസ്കാരമുള്ളത് മാത്രമേ റേഡിയോയിൽ വരൂ, വൃത്തികെട്ട് ഒന്നും റേഡിയോയിൽ വരൂല. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും റേഡിയോ വാങ്ങാം. രാവിലെ 5:45 ആ സ്റ്റേഷൻ തുറക്കുന്ന ഒരു ഒച്ച കേട്ടാൽ തന്നെ അന്നത്തെ ദിവസം നല്ലൊരു മൂടാവും. 5:45 തുറന്നു വെക്കുക, രാത്രി 11:15 വരെ പാട്ടെല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങിയൊക്കെ അത് നിങ്ങളുടെ വീട്ടിന് ഭയങ്കര ഒരു സംസ്കാരം നൽകും. TV കാണുമ്പോൾ ഇതേ നടക്കൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. അല്ലേ? വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ? രാത്രി ചോറ് ഒന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായി കാണായിട്ട് ചോറ് വാരി ചെവി കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം. അപ്പൊ TV കാണുമ്പോൾ ഇതങ്ങ് നടക്കും. അത് നിർത്തിയിട്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയുക, മുഖത്തോട് മുഖം നോക്കുക, മക്കളുടെ മുഖത്ത് നോക്കുക, ഭാര്യയും ഭർത്തവും മുഖത്ത് നോക്കുക. അതാണ് ഐ കോണ്ടാക്ട്. ഇനി അവസാനത്തെ SOFT, എന്ന് പറഞ്ഞാൽ നോഡിങ്. എന്താ നോഡിങ്? നമ്മുടെ തലയിട ഫിറ്റ് ചെയ്ത് എന്തിനാ? ഇങ്ങോട്ടും തിരിക്കാം, മേലോട്ടും നോക്കാം, താഴോട്ടും നോക്കാം, ചുഴറ്റാം. തല കുലിക്കണം. തല കുലിക്കാനുള്ള ഒരു പാട്ടോ ഒരു തായമ്പകയോ കേൾക്കുമ്പോ തല കുലുക്കി ആസ്വദിക്കുന്നില്ലേ? തല കുലിക്കാനുള്ളതാ, അല്ലാതെ ഈ കുതിരക്ക് ജീന വെച്ച പോലെ ഇങ്ങനെ നിൽക്കാനുള്ളതല്ല. തല കുലിക്കുക. മക്കൾ വർത്താനം പറയുമ്പോ തല കുലിക്കുക, അവൻ പറയുന്നത് കേൾക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. SOFT, മൃദുലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷറിന്റെ ഗുളിക കുറക്കാം.